പ്രസിഡന്റ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനയുടെയും എക്സ്റേ സർക്കാർ പൈസ ഉപയോഗിച്ചിട്ട് 1-ാം പേജിലൊന്ന് കൊടുക്കട്ടെ, ഒരു ജാക്കറ്റായിട്ട്. ഈ ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളാണല്ലോ ഉള്ളിൽ കൊടുത്തത്. KPC പ്രസിഡന്റ് ചോദിച്ചല്ലോ, ഉഷയുടെയും ഹർഷിനയുടെയും എക്സ്റേ 1-ാം പേജിൽ ഒരു ജാക്കറ്റായിട്ട് വലിയ പരസ്യമായിട്ട് PRD ഒന്ന് കൊടുക്കട്ടെ. സർക്കാരുകൾക്കെതിരെ വന്ന പത്രവാർത്തയാണ് കൊടുക്കുകയാണെങ്കിൽ പത്രം എത്ര എണ്ണം അച്ചടിച്ചാലും തീരാത്ത അത്രയും വാർത്തകൾ ഈ ഗവൺമെന്റുകൾക്കെതിരെ വരുന്നില്ലേ? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വന്ന എത്രയോ വിഷയങ്ങളിൽ. പ്രസിഡന്റ് പറഞ്ഞ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം AKG സെന്ററിൽ പണമെടുത്ത് ചെയ്തോട്ടെ. പൊതുഖജനാവിലത്തെ പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കമ്പാരിസന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിന്റെ പ്രചരണങ്ങൾ തള്ളിമറിക്കുന്നുണ്ടല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞ കിഫ്ബിയെ പോലും ഒരു PRD ഏജൻസിയെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണം കോടിക്കണക്കിന് രൂപ 9.5% വരെ പലിശക്ക് എടുക്കുമെന്ന് പറഞ്ഞ പൈസ എടുത്തിട്ട് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഈ പൊളിറ്റിക്കൽ പരസ്യത്തിന് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്നത്. അത് PRDയുടെ ഡ്യൂട്ടി അല്ല. ഉത്തരം പറയും. പിന്നെ എന്താണ് കള്ളത്തരം എന്ന് ചോദിച്ചു. നിയമസഭയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം 18 മാസത്തെ പെൻഷൻ കേരളത്തിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു കള്ളപ്രചരണമായിരുന്നു. ആവർത്തിച്ച് പറയുന്ന ഒരു കള്ളം സത്യമാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗം. നിയമസഭയിലെ ഉത്തരം കൃത്യമായി ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഉത്തരത്തിന്റെ കോപ്പി ഇവിടെ സമർപ്പിക്കാം. 18 മാസം പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നിട്ട് അതിനകത്ത് ഒരു കള്ളത്തര പ്രചരണമായിട്ട് നടത്തുകയല്ലേ. വൈദ്യുതി ചാർജ് കുറച്ച സർക്കാരുകളിൽപ്പെട്ട ഒരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അതിന്റെ അവസ്ഥ ഇപ്രാവശ്യം എന്താ? അന്ന് അതൊക്കെ ഒഴിവാക്കാൻ ഞങ്ങളെടുത്ത കരാറിനെ അട്ടിമറിച്ചിട്ടുണ്ടാക്കിയ കരാർ 3 ഇരട്ടി തുക. ഇപ്പൊ കേരളത്തിന്റെ വൈദ്യുതി ബോർഡിന്റെ അവസ്ഥ എന്താ? ഗവൺമെന്റ് ഒന്ന് പറയട്ടെ. വാട്ടർ അതോറിറ്റി, വെള്ളക്കരം, പാലിന്റെ ചാർജ് ചോദിച്ചല്ലോ, എത്ര തവണ ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൂട്ടി? PRD എന്ന് പറയുന്നത് എന്താ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഏത് രീതിയിലും കൊടുക്കട്ടെ, ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ PRD ഗവൺമെന്റ് കാര്യങ്ങൾക്കപ്പുറത്ത് പഴയ ഗവൺമെന്റിനെതിരായി വന്ന പത്രവാർത്തകൾ എടുത്തു കൊടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, LDF ആവട്ടെ, മുമ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് അധികാരം പോകുന്ന വെപ്രാളത്തിൽ എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് എല്ലാം വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുമെങ്കിൽ സോളാറും ഈ പറഞ്ഞ ബാങ്കോഴയ്ക്ക് കൊടുക്കേണ്ടി വരും. LDF കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് വ്യക്തമായ വികസന നേട്ടങ്ങൾ അവർ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ PRDയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയ പിന്നെ അല്പത്തരം കാണിക്കേണ്ട ഗതികേട് സർക്കാരിനുണ്ടാവില്ല. ഞാൻ പറയുന്നത്, എത്ര കൈയും കാലിട്ടടിച്ചാലും എത്ര വെപ്രാളം കാണിച്ചാലും ജനങ്ങളുടെ നികുതി പണം എത്ര ആറ്റിലൊഴുക്കിയാലും ഈ സർക്കാർ തിരിച്ചു വരില്ല. പക്ഷെ അതിന് ജനങ്ങളുടെ മേല് ഈ ഭാരം കെട്ടിവെക്കണം. ജനങ്ങളുടെ നികുതി പണം ഞാൻ PRD ഉദ്യോഗസ്ഥരോടും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പരസ്യത്തിന്റെ പൈസയും PRD ഉദ്യോഗസ്ഥരുടെ ശമ്പളവും രണ്ടും AKG സെന്ററിൽ നിന്നല്ല എന്ന് അവർ ഓർത്താൽ നന്നായിരിക്കും. ശരി.